അത്ഭുതങ്ങളുടെ കലവറയായ ഈ നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം 70 തവണ ഈ പറയുന്ന ദിക്റ് ചൊല്ലി അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ഒരു നിസ്കാരമുണ്ട്. നമ്മിൽ പല ആളുകളും നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കും, പക്ഷെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടാൻ കാരണമാകുന്നൊരു നിസ്കാരമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, നിനക്കിതിനേക്കാളും സമ്പത്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയത് ഈ ഒരു നിസ്കാരത്തിനെ സംബന്ധിച്ചായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭൂതികളും നേടിയെടുക്കാൻ കഴിയുന്ന 40 കൊല്ലത്തെ പാപം ദോഷങ്ങൾ പുറത്തു കിട്ടുമെന്ന് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തിയ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കി തന്ന അതിവിശിഷ്ടമായ ആ അമലിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നരകം ഹറാമാകാനും സ്വർഗം നിർബന്ധമാവാനും കാരണമാകുമെന്നും വിശിഷ്ടമായ ഒരുപാട് കാര്യങ്ങൾ ഈ നിസ്കാരത്തിൻ്റെയും ദിക്റിൻ്റെയും ഇടയിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്, ഇതിലുണ്ട് എന്ന് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നു. നമ്മളൊക്കെ ഒരു പക്ഷേ നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കാം, കൃത്യമായി നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായ അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉയർച്ചയൊക്കെ നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ആ അമലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകം വീഡിയോയിൽ അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ബുക്ക് ചെയ്തൊരു മാത്രം വരെ. പലപ്പോഴും ചിലപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ഫോണ് കട്ടായിട്ട് ബുക്കിംഗ് കൺഫേം ആയിട്ടുണ്ടാവില്ല, ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പേരെഴുതി വെക്കാതെ വരുമ്പോഴും നമുക്ക് പലപ്പോഴും പ്രയാസം വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് പേരെഴുതി വെച്ച് നിങ്ങൾക്കൊരു സമയം പറഞ്ഞു തന്ന് നിങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളൊക്കെ വളരെ പെട്ടെന്ന് ഒന്നിനു പിറകെ ഒന്നൊന്നായി നമുക്ക് സാധിച്ചു തരാൻ കാരണമാകുന്ന ചില അമലുകളിൽപ്പെട്ടതാണ് ഇത്.
നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അള്ളാഹു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതത് സമയങ്ങളിൽ നൽകില്ലേ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ചോദിച്ചാൽ ഞാൻ അതിന് നൽകും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ഉടമയാണ്, നമ്മൾ അടിമയാണ്. അള്ളാഹു യജമാനനാണ്, നമ്മൾ പ്രജകളാണ്, നമ്മൾ അവൻ്റെ അടിമകളാണ്. അടിമകളായ നാം അള്ളാഹുവിനോട് എപ്പോഴും കൃതജ്ഞരായിരിക്കണം, അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കണം. ചോദിച്ചാലാണ് നമുക്ക് ലഭിക്കുക, ചോദിക്കാതിരുന്നാൽ ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചോദിക്കാതെ തന്നെ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, മനുഷ്യാരംഭം മുതൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നലെ വരെ ഇന്ന് വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഔലിയാക്കളും അമ്പിയാക്കളും ജീവിച്ച് മൺമറഞ്ഞു പോയ മഹാരഥന്മാരൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഒരു അലംഭാവവും അലസതയും കാണിച്ചിട്ടില്ല. ചോദിക്കണം, നന്നായി റബ്ബിനോട് ചോദിക്കണം. ചിലപ്പോൾ കുറേ തവണ ചോദിച്ചാലേ ചിലപ്പോൾ ലഭിക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, എനിക്ക് ഇജാബത്തില്ല എന്ന നിരാശയോടൊന്നും നമ്മൾ കഴിയാൻ പാടില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, അത് റബ്ബിനറിയാം എനിക്ക് നൽകപ്പെടേണ്ട സമയം എപ്പോഴാണെന്ന്. അത് കൃത്യമായി അള്ളാഹു നൽകും. എൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം ചോദിച്ച് 100 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന് ഉത്തരം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ പ്രവാചകരാണ് മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാം. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര കാലം കഴിഞ്ഞാണ് അള്ളാഹു അതിന് ജവാബ് കൊടുക്കുന്നത്? അത്രയൊന്നും കാലം നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വന്നിട്ടില്ലല്ലോ, വരൂലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു സമയമുണ്ട്, അത് അള്ളാഹു നൽകിക്കോളും എന്നല്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, അത് മുഅ്മിനിൻ്റെ ആയുധമാണെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമേറിയ ഒരു നിസ്കാരത്തിനെ കുറിച്ചും ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? മനുഷ്യ, നീ പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കാമെന്ന് ഉറപ്പ് തരുന്ന പക്ഷം പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം മുഴുവനും ഞാൻ നിനക്ക് ഉറപ്പ് തരാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ്? പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുമെന്ന് ഉറപ്പ് തരാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ സാധിക്കുമെങ്കിൽ പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത്. ഏത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് പറയാം. പകലിൻ്റെ ആദ്യത്തിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് അള്ളാഹു നേരിട്ട് ഉറപ്പ് കൊടുക്കുകയാണ് പകലിൻ്റെ അവസാനം വരെയുള്ള അവസാനത്തിലുള്ള സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് അവനൊരു അപകടവും സംഭവിക്കൂല, അതിനിടയ്ക്കൊന്നൊരു അപകടത്തിലും പെടൂല, ഒരാഫത്ത് മുസീബത്തുകൾ അവന് വരൂല, അവനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ ദിവസത്തിൽ അതിനിടയ്ക്ക് സംഭവിക്കില്ല എന്നാണ് അതിനർത്ഥം. അതല്ലേ അള്ളാഹുവിൻ്റെ ഹിഫ്ള്, സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിഫ്ള് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പറയുന്നത് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതൊരു ഖുദ്സിയായ ഹദീസാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ദാവൂദും നസായിയും അബൂ നഈം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യ, നീ പകലിൻ്റെ ആദ്യത്തിൽ 4 റക്അത്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ നീ മടി കാണിക്കാതിരിക്കുക, എങ്കിൽ അതിൻ്റെ ഒടുവിൽ ഞാൻ നിനക്ക് സുരക്ഷിതത്വം നൽകാം. ആദ്യം 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇപ്പം 4 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് അറിയോ? അത് കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ
എല്ലാ ദുഃഖദുരിതങ്ങളിൽ നിന്നും ആ പകലിൻ്റെ അവസാന ഭാഗത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ്. എന്ന് വച്ചാൽ ഒരു ദിവസം ഇത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന് ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വിഷയങ്ങളൊന്നും അവനെ തേടിയെത്തില്ല എന്നുള്ളതാണ് അതൊക്കെ നമ്മെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ, ഈ ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി തയ്യാറായാൽ വളരെയധികം പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോടൊക്കെ അവർ ഭക്ഷണം കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത കഴിച്ച് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ നിസ്കാരം നിസ്കരിച്ചിട്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത്. പല കുട്ടികളത് വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാറുണ്ട്. ചില ആളുകളത് അലസമായിട്ട് അത് ചിലപ്പോൾ നിസ്കരിക്കാതെയും തോന്നുമ്പോൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. എങ്ങനെ നിസ്കരിച്ചാലും അതിന് പ്രതിഫലം ലഭിക്കും. ഇത് ഫർളായ നിസ്കാരം എന്നല്ലല്ലോ, സുന്നത്തായ നിസ്കാരമാണല്ലോ. അപ്പോൾ നമുക്ക് സമയമുള്ള സമയത്തൊക്കെ നിസ്കരിച്ചാൽ അതിനുള്ള പ്രതിഫലം ലഭിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് മുതലേ ഇത് മുതഅല്ലിമീങ്ങളെ കൊണ്ടും അതേപോലെ തന്നെ ആലിമീങ്ങളൊക്കെ നിസ്കരിച്ച് വരുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ നിസ്കരിച്ച് വരുന്ന വളരെ ശ്രേഷ്ഠമേറിയ നിസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിസ്കാരത്തിലേക്ക് വരാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരാൾ സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അവിടെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റ് ചൊല്ലി പിന്നീട് 2 റക്അത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾക്കും സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേയറ്റം പൂർണ്ണവുമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. നോക്കൂ, നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ പള്ളിയിലിരുന്ന്, നമ്മുടെ നാട്ടിലിരുന്ന് പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അങ്ങനെ സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചതിന് ശേഷം സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന് ദിക്റ് ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് സമയം ചെലവഴിക്കുക. അതിനുശേഷം ഒരു പ്രത്യേക സമയം എത്താനുണ്ട്. ആ സമയം എത്തിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ അവന് സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേയറ്റം പൂർണ്ണവുമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഇമാം തൊബ്രാനിയും തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആ നിസ്കാരവും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന ആ നിസ്കാരമൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ചില ആളുകൾക്കുള്ളൊരു സംശയം, നമ്മൾ ദിക്ർ ചൊല്ലാനിരിക്കേണ്ടത് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ത്വാഫ് ചെയ്യാൻ, നമ്മളിപ്പോൾ പുണ്യ സ്ഥലങ്ങളിലേക്ക് ആകുമ്പോൾ അവിടെ ത്വാഫ് ചെയ്യാൻ, അല്ലേ, ത്വാഫ് ചെയ്യാൻ, ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പോകുന്നൊന്നും അതിൽ തടസ്സമില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഒരാൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്ന് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പോയി ഈ ദിക്റിലൊക്കെ ഇങ്ങനെ ആയിട്ട് തന്നെ ഇങ്ങനെ പോവുക. നമ്മൾ അവിടെ ഇരുന്ന് ചൊല്ലേണ്ട ആളാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലേണ്ട ആളാണ്. ഇപ്പം അനിവാര്യമായ ഘട്ടമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. നേരെ മറിച്ച് ഈ പണിയില്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ടാണ് ചൊല്ലുക എന്നുള്ള ഈ ഒരു മനസ്സിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബഹിക്ക് ശേഷം പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന പുരുഷന്മാരൊക്കെ പ്രത്യേകമായിട്ട് സുബഹിക്ക് ശേഷം, ഒരു പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, സുബഹിക്ക് ശേഷം അവരെന്ത് ചെയ്യും, ഒരു സൂര്യോദയം വരെ എന്തെങ്കിലും ദിക്റിലായിട്ട് ഇങ്ങനെ ഒരുമിച്ചൊരു ഹൽക്ക പോലൊക്കെ ഇരുന്നിട്ട് അവർ ചെയ്യും. അങ്ങനെ അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ ചില പള്ളികളിൽ ചില ഭാഗങ്ങളിലൊക്കെ കാണാം. അവർ സുബഹിക്ക് ജമാഅത്തായിട്ട് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ സൂര്യോദയം വരെ അവിടെ ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് സൂര്യോദയം കഴിഞ്ഞാൽ അതൊക്കെ അവർ ആ മഹത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ അത്തരം വലിയ ശ്രേഷ്ഠതയുള്ള അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരമാണ് നമ്മളൊക്കെ നിസ്കരിക്കാറുള്ള ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. ളുഹാ നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ളുഹാ നിസ്കാരത്തിൻ്റെ റക്അത്തുകളെപ്പറ്റി
വിവിധങ്ങളായ രൂപങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 12 റക്അത്താണ് അതിൽ കൂടിയാലുള്ള റക്അത്ത്. ളുഹാ നിസ്കാരത്തിൽ നമുക്ക് 2 റക്അത്ത് ചുരുങ്ങിയത് നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. എത്ര റക്അത്താണ് നിസ്കരിക്കുക എന്നുള്ളത്, ഈ ഒരു നിസ്കാരത്തിൻ്റെ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹാ നിസ്കാരത്തിൽ കണിശത പുലർത്തിയിരുന്നത് പോലെ മറ്റൊന്നിലും പുലർത്തിയിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹാ നിസ്കാരത്തിൽ അത്രമേൽ കണിശതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഹബീബായ തങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. അള്ളാഹുവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യൻ മുടങ്ങാതെ ചെയ്യുന്ന സൽക്കർമ്മമാണ്, അതെത്ര കുറച്ചാണെങ്കിലും ശരി. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും 4 റക്അത്ത് എത്രയാണോ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നത്, ദായിമായി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ വിത്ർ നിസ്കരിക്കുന്നുണ്ട്, ആ വിത്ർ ഒരാൾ 3 റക്അത്താണ് നിസ്കരിക്കുന്നത് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നത്, അതങ്ങനെ തന്നെ കൊണ്ടുപോകുക. വിത്രിൽ ഏറ്റവും കൂടിയ റക്അത്ത് ഉണ്ടല്ലേ, 11 റക്അത്തൊക്കെ. ഈ 11 റക്അത്ത് ചില ദിവസങ്ങളിൽ നിസ്കരിക്കുന്നു, ചിലപ്പോൾ 3 റക്അത്ത് നിസ്കരിക്കുന്നു. നമുക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദായിമായി ചെയ്യുന്ന അമൽ, സ്ഥിരമായി ചെയ്യുന്ന അമൽ. അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് വിത്ർ നിസ്കരിക്കുക, ആ വിത്ർ സ്ഥിരമായിട്ട് 3 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്, ഇനി പറ്റുമ്പോഴൊക്കെ ഇടയ്ക്ക് കൂടുതൽ നിസ്കരിക്കുന്നുണ്ടൊന്നും വിരോധമില്ല. ദായിമായിട്ട് ചെയ്യുന്ന അമലുകൾ, മുടങ്ങാതെ ചെയ്യുന്ന അമലുകൾ, അത് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ളുഹാ നിസ്കാരത്തിൻ്റെ ഒരു മഹത്വം അത് ജീവിതത്തിൽ പകർത്തുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ? പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനത് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ളുഹാ നിസ്കരിക്കാൻ എത്ര സമയമാണ് നമുക്ക് വേണ്ടി വരിക? വളരെ കുറഞ്ഞ സമയമല്ലേ ആവശ്യമുള്ളൂ. മുത്തഅല്ലിമീങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളൊക്കെ പൊതുവിൽ അവരൊക്കെ ഒന്നുകിൽ അവർ ഭക്ഷണം കഴിച്ച് പള്ളിയിലേക്ക് കയറുമ്പോൾ വുളു എടുത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ ആ സ്കൂൾ പഠനത്തിലൊക്കെ നല്ലൊരു ഉയർച്ച ലഭിക്കാനും നല്ലൊരു റാഹത്ത് ലഭിക്കാനും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ളുഹാ നിസ്കരിച്ചു പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ദീനീ ചിട്ടയിൽ നല്ല തർബീയത്തിൽ വളർത്തുന്ന ദർസുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ആ രൂപത്തിലേക്ക് ആക്കി തരട്ടെ. അപ്പോൾ നമ്മളും ളുഹാ നിസ്കാരം ജീവിതത്തിൽ പതിവാക്കണം. ളുഹാ നിസ്കാരം നല്ല റാഹത്തോടുകൂടെ മനസ്സറിഞ്ഞ് പ്രത്യേകം അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന നേട്ടങ്ങൾ അത് വിവരണാതീതമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമേൽ പ്രാധാന്യം കൊടുത്ത് കണിശതയോടുകൂടെ പുലർത്തിപ്പോന്നിരുന്ന മറ്റൊരു അമലില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു സൈന്യത്തെ അയച്ചു. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് അവർ ആ യുദ്ധത്തിൽ നിന്ന് ലക്ഷ്യം നേടി യുദ്ധധനവുമായി തിരിച്ചു മടങ്ങിയെത്തി. അപ്പോൾ യുദ്ധധനവുമായിട്ട് തിരിച്ചു മടങ്ങിയെത്തിയ ആളുകൾ ഇത് കണ്ട് അത്ഭുതം കൂറി എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നു, അവരതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെട്ടവർ ഇട്ടുപോകുന്ന ഗനീമത്ത് മുതലുകൾ അതൊക്കെ എടുത്ത് തിരിച്ച് ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വന്നപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് ചെന്ന് യുദ്ധം ചെയ്ത് ധാരാളം സമ്പത്തൊക്കെ നേടി തിരിച്ചെത്തിയത് കണ്ടപ്പോൾ, അത്ഭുതം കണ്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ പെട്ടെന്ന് ഇതിലുമധികം യുദ്ധധനം നേടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെയോ? ഒരാൾ വുളൂ ചെയ്ത് പള്ളിയിൽ ചെന്ന് ളുഹാ നിസ്കരിച്ചാൽ ഇതിലുമധികം പ്രതിഫലം നേടാം, പെട്ടെന്ന് ലക്ഷ്യം നേടി തിരിച്ചെത്താം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനെക്കുറിച്ചാണ്. ഒരാൾ യുദ്ധം ചെയ്ത് യുദ്ധഭൂമിയിൽ നിന്ന് പോരാട്ടം നടത്തിയിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് സമ്പൂർണ്ണ വിജയത്തോടുകൂടെ തിരിച്ചു വന്ന് അവർ സാമ്പത്തികമായിട്ട് അവർക്ക് അവിടെ നിന്ന് ലഭിച്ച കാര്യങ്ങളുമായിട്ടൊക്കെ തിരിച്ചു വന്ന് കഴിഞ്ഞ് അവർ എത്രമേൽ സന്തോഷവും ഉയർച്ചയും അവർക്കുണ്ടാകുമ്പോൾ അത് മുഴുവൻ ലഭിക്കാൻ, അതിനേക്കാൾ പ്രതിഫലം ലഭിക്കാൻ ളുഹാ നിസ്കരിച്ചാൽ മതി എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഏത് സമയത്തും നമുക്ക് നിസ്കരിക്കാം.
ഇത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യും, ളുഹാൻ്റെ സമയം. അതങ്ങനെ നമുക്ക് എപ്പോഴാണോ നിസ്കരിക്കാൻ പറ്റുന്നത് ആ സമയത്തൊക്കെ നിസ്കരിക്കാം. വളരെ നേരത്തെ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ നിസ്കരിക്കാം. ളുഹ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന്, ളുഹ സമയത്തിന് അനുയോജ്യമായ ആ സമയത്ത് എപ്പോഴെങ്കിലും നിസ്കരിച്ച് അതെല്ലാ ദിവസവും അത് പതിവാക്കുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്യമുണ്ട്. കപടന്മാരുണ്ടല്ലോ, മുനാഫിഖീങ്ങൾ, അവർ ളുഹ നിസ്കരിക്കുകയില്ല, കാഫിറൂന സൂറത്ത് ഓതുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് ശരിക്ക് ചില സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ്. അപ്പോൾ ഈ സൂറത്ത് പണ്ട് എനിക്കൊക്കെ ഈ സൂറത്ത് ചിലപ്പോൾ അങ്ങനെ ഓതുന്ന സമയത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു വലാ അനാ അഅ്ബിദു മാ അഅ്ബദ്തും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു, ഇതിങ്ങനെ കഴിയാതെ ഫിനിഷ് ചെയ്യാതെ ഇങ്ങനെ പോകും ചിലപ്പോൾ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന വലാ അനാ അഅ്ബിദു മാ അഅ്ബുദു വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു വലാ അനാ അഅ്ബിദു, ഇതിങ്ങനെ എൻഡ് ചെയ്യാതെ പോകുന്ന രൂപമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ വന്നേക്കാം. അപ്പോൾ ഈ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന് പറയുന്ന ഈ സൂറത്തുൽ കാഫിറൂന അത് ഓതാത്തയാൾ, സ്ഥിരെ പതിവാക്കാത്തയാൾ, എപ്പോഴെങ്കിലുമൊക്കെ ഓതാത്ത ആൾ, അത് മുനാഫിഖീങ്ങൾക്കല്ലാതെ അങ്ങനെ കഴിയൂല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ളുഹ മുനാഫിഖീങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയൂല. അതുകൊണ്ട് കപടന്മാർ നിസ്കരിക്കൂല ളുഹ, അവർ കാഫിറൂന സൂറത്ത് ഓതൂല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ളുഹ നിസ്കരിക്കണം കേട്ടോ. അത് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പതിവാക്കിയാൽ വളരെയധികം പ്രതിഫലവും നേടിയെടുക്കാൻ പറ്റും. വലിയ ശ്രേഷ്ഠതയുണ്ട്. ളുഹാ നിസ്കാരത്തിൽ ഏതെല്ലാം സൂറത്തുകളാണ് ഓതേണ്ടത്? ളുഹാ നിസ്കാരം 8 റക്അത്താണ്, ദീർഘമായ സൂറത്തുകളാണ് ഓതേണ്ടതെന്ന് ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വശംസി വളുഹ, വശംസി എന്ന് പറയുന്ന സൂറത്തും വള്ളുഹ എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭമുണ്ട്. അതേപോലെ തന്നെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വർഗത്തിൽ ളുഹ എന്ന പേരിൽ ഒരു കവാടമുണ്ട്. അത് പുനരുദ്ധാരണ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനരുദ്ധാരണ നാളിൽ ഒരു വിളി ഇങ്ങനെ മുഴങ്ങുന്നതാണ്. ളുഹ നിസ്കരിച്ചിരുന്നവർ എവിടെ? ളുഹ നിസ്കരിച്ചിരുന്നവർ എവിടെ? ളുഹ നിസ്കരിച്ചിരുന്നവർ എവിടെയെന്ന്, നിങ്ങൾക്കുള്ള കവാടം ഇതാ, ഇതിലൂടെ കടന്നുകൊള്ളുക എന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുകൂടെ ഇതിലൂടെ കടന്നുകൊള്ളുക എന്ന് വിളിച്ചു പറയപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ളുഹ നിസ്കാരക്കാർക്കൊരു പ്രത്യേക ഡോർ തന്നെ ഉണ്ട്, ഒരു കവാടം തന്നെയുണ്ട്. അവർക്കതിലൂടെ യഥേഷ്ടം പ്രവേശിക്കാവുന്നതാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തോടുകൂടെ അതിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താനും സാധിക്കും ളുഹ പതിവാക്കുന്നതോടുകൂടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ ഉപ്പമാരിലെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് നിരവധി ആളുകൾ പല അമലുകളും ചെയ്യുന്നവരാണ്. തഹജ്ജുദ് ഒഴിവാക്കാത്തവരുണ്ട്, വിത്ർ ഒഴിവാക്കാത്തവരുണ്ട്, സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കുന്നവരുണ്ട്, സ്വലാത്തുൽ ഇസ്തിഖാറത്ത്, അതേപോലെ തന്നെ ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരുണ്ട്. പലരും ളുഹ പകർത്തുന്നവരായിരിക്കാം, എങ്കിലും ഇതുവരെ അത് ചെയ്തു വരാത്തവർ, പതിവാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പതിവാക്കിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ളുഹ 4 റക്അത്ത് നിസ്കരിച്ചാൽ അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു സൗധം നിർമ്മിച്ചു കൊടുക്കും എന്ന് കാണാം. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ളുഹ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നരകത്തിന് അയാളെ ഹറാമാക്കും എന്നുള്ളതാണ്. ബൈഹഖിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നരകത്തിനെ ഹറാമാക്കും. അഹ്മദും അബൂദാവൂദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അയാൾക്ക് സ്വർഗം അനിവാര്യമാണെന്ന്. നരകത്തിനെ ഹറാമാക്കുന്നു മാത്രമല്ല, സ്വർഗത്തിലെ അവനെ പ്രവേശിപ്പിക്കൽ നിർബന്ധമായി തീരും. ആ രൂപത്തിലേക്ക് അവൻ്റെ ജീവിതമെത്താൻ കാരണമാകും. അവൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അയാൾ തൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധനാകും. ഏതുപോലെ ശുദ്ധനാകും? അന്നു ജനിച്ച ശിശുവിനെപ്പോലെ എല്ലാ വിഷയങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തമാകാൻ കാരണമാകും എന്നുള്ളതാണ്.
ദുഹാ നിസ്കാരം നമുക്ക് ഏത് സന്ദർഭത്തിൽ എത്ര തിരക്കുകൾക്കിടയിലും ഒരു 2-3 മിനിറ്റ് മാറ്റി വെച്ചാൽ അത് പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദുഹാ നിസ്കാരം ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക. 4 റക്അത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ 10 ഫാത്തിഹയും 10 ആയത്തുൽ കുർസിയും, രണ്ടാമത്തെ റക്അത്തിൽ 10 ഫാത്തിഹയും കാഫിറൂനയും ഓതുക, മൂന്നാമത്തേൽ 10 ഫാത്തിഹയും മുഅവ്വിദത്തൈനി ഓതുക, നാലാമത്തേൽ 10 ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതുക. അത്തഹിയ്യാത്തൊക്കെ ചൊല്ലിയിട്ട് സലാം വീട്ടി തുടർന്ന് 70 തവണ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിനുശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പ്രത്യേകം പറഞ്ഞ് ദുആ ചെയ്താൽ അവന് ഉപരിലോകത്തും അധോലോകത്തുമുള്ള സകലരുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കും. ഇഹപര സംബന്ധമായ ദുനിയവിയും ഉഖ്റവിയൊക്കെ ആയിട്ടുള്ള 70 ആഗ്രഹങ്ങളെ അള്ളാഹു അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കും. ഇതാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ കഴിയാതെ പോയ എത്രയോ സ്വപ്നങ്ങൾ ഇപ്പോഴും സ്വപ്നങ്ങളായിട്ട് തന്നെ ശേഷിക്കുന്നുണ്ട്. അതൊന്നും നടക്കൂല എന്ന ഒരു ധാരണയോടുകൂടെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന പോലെ ഈ അമലൊന്ന് ചെയ്തു നോക്കൂ. നല്ല റാഹത്തോടുകൂടെ അള്ളാഹു നമുക്ക് നമ്മുടെ വലിയ ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വർഗത്തിൽ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക കവാടമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് കൃത്യമായി ജീവിതത്തിൽ പകർത്താനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ടെന്ന. ആ 360 സന്ധികളിലെ ഓരോ ദിവസത്തിലും ഓരോ സന്ധിക്കും സ്വതക്ക കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഹബീബായ തങ്ങളെ, അത് കൊടുത്തു വീട്ടാൻ ആർക്കാണ് സാധിക്കുക? ഓരോ ദിവസവും 360 സന്ധികൾക്കുള്ള സ്വതക്ക കൊടുത്തു വീട്ടാൻ ആർക്കാണ് സാധിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ മതി, അത് വീടാൻ അങ്ങനെ ചെയ്താൽ മതി. 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 11 വീതം ഇഖ്ലാസും ഓതണം. ഇനി അങ്ങനെയൊന്നും ഓതുന്നില്ലെങ്കിൽ ളുഹാ നിസ്കരിച്ചാൽ മതി. ളുഹാ നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഈ 360 സന്ധികൾക്കുമുള്ള സ്വതക്ക അതിലുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ളുഹാ നിസ്കാരവുമായി ബന്ധപ്പെടുത്തി ഓതേണ്ട സൂറത്തുകൾ പല സന്ദർഭങ്ങളിൽ പലതായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്ക് പല രൂപത്തിൽ നമുക്ക് ഓതാവുന്നതാണ്. സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും ഓരോ മുഅവ്വിദത്തൈനിയും ഓതി എങ്കിൽ അയാളുടെ 40 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അമലുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹാ നിസ്കരിച്ചിരുന്നത് 12 റക്അത്താണ്. ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 3 ഇഖ്ലാസുമാണ് ഓതാറുള്ളത്. ഒടുവിലെ സുജൂദ് വളരെയധികം ദീർഘിപ്പിക്കുകയും നന്നായിട്ട് ഹംദ് ചെയ്ത് കണ്ണീരൊഴിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊന്നും അങ്ങനെ ളുഹാക്കൊരു 12, നമ്മളൊക്കെ ഒരു 12 റക്അത്തും അതേപോലെ തന്നെ 20 റക്അത്തൊക്കെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ റമളാനും തറാവിയൊക്കെ അങ്ങ് കടന്നു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹയും 3 ഇഖ്ലാസും ഓതിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് 12 റക്അത്ത് ളുഹാ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, 12 റക്അത്ത് ളുഹാ നിസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓരോ ഫാത്തിഹ ആയത്തുൽ കുർസിയും 3 ഇഖ്ലാസും ഓതിയാൽ ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി അയാൾക്ക് നന്മകൾ എഴുതും. ഖിയാമത്ത് നാൾ വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാളായാൽ ഈ മലക്കുകൾ അയാളെ സമീപിക്കും. ഓരോ മലക്കിൻ്റെ കയ്യിലും അയാൾക്കണിയാനുള്ള പട്ടുണ്ടായിരിക്കും. അവർ അയാളുടെ ഖബറിങ്കിൽ നിന്ന് വിളിക്കും, ഓ ഖബറുകാരായ എഴുന്നേൽക്ക്, നിർഭയരിൽപ്പെട്ടവൻ തന്നെയാണ് നീ എന്ന് പറഞ്ഞ് വാക്ക് പറയുകയും ചെയ്യുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഈ ഒരു സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ പകർത്താനും ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനും
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിലെ 6 ആയത്തുകളുണ്ട്, അലീമും ബിദാത്തി സുദൂർ എന്ന് പറയുന്നത് വരെ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും സൂറത്തുൽ ഹശ്റിലെ ഒടുവിലത്തെ 3 ആയത്തുകളും അങ്ങനെ ഓതി. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വശംസിയും ഓതി. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയും വല്ലുഹയും ഓതിയാൽ കണക്കില്ലാത്ത പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഈ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബത്തിൽ, ഇടപെടുന്ന മേഖലകളിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ ഈ ഒരു അമൽ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.